പൊന്നാനിയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനും നിരവധി അക്രമ സംഭവങ്ങളിൽ മുഖ്യപ്രതിയുമായ പൊന്നാനി വണ്ടിപ്പേട്ട സ്വദേശി സക്കീർ എന്ന ഒടിയൻ സക്കീറിനെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനിയിലെ പ്രധാന ലഹരി വിൽപ്പനക്കാരനും നിരവധി അക്രമ സംഭവങ്ങളിൽ മുഖ്യപ്രതിയുമായ ഒരാൾ അറസ്റ്റിൽ. പൊന്നാനി വണ്ടിപ്പേട്ട സ്വദേശി പുതുപൊന്നാനിക്കാരന്റെ 30 വയസ്സുകാരൻ സക്കീർ എന്ന ഒടിയൻ സക്കീറിനെയാണ് തിരൂർ ഡിവൈഎസ്പി ഇ ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തത്. 1 മാസം മുമ്പ് കഞ്ചാവ് വിൽപ്പനയ്ക്കിടെ പോലീസ് ഇയാളെ പിടികൂടാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പിന്നീട് മരക്കടവിൽ മഷൂദിനെയും ഭദ്രംകുളങ്ങര ക്ഷേത്രം ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന അക്രമത്തിൽ പൊന്നാനിയിലെ നിരവധി കേസുകളിൽ പ്രതിയായ നിസാമുദ്ദീനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലും ഉൾപ്പെട്ട് എറണാകുളത്തും മറ്റും സ്ഥലങ്ങളിലുമായി ഒളിവിൽ കഴിഞ്ഞ് വരികയായിരുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ ഒളിവിൽ കഴിഞ്ഞ ഒടിയൻ സക്കീറിനെ അന്വേഷണ സംഘം നിരവധി ദിവസത്തെ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇന്നലെ അർദ്ധരാത്രിയോടെ എടപ്പാളിലെ ഒളിത്താവളത്തിൽ നിന്നും കണ്ടെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പോലീസിന് ഏറെ തിരക്കുള്ള വെളിയങ്കോട് നേർച്ച ദിവസം പോലീസിന്റെ കണ്ണിൽ പെടില്ല എന്ന വിശ്വാസത്തിൽ എറണാകുളത്തു നിന്നും പൊന്നാനിയിലെത്തിയ ശേഷം വീട്ടിൽ താമസിക്കാതെ ഒളിവ് സങ്കേതത്തിൽ താമസിക്കുകയായിരുന്നു സക്കീർ. 2 കിലോ കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ ഓടിപ്പോയ സക്കീറിനെ ഉൾപ്പെടെ 3 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി ഇൻസ്പെക്ടർ ജലീൽ കറുത്തേടത്ത്, SI ആനന്ദ്, ASI വർഗീസ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ, പ്രശാന്ത് കുമാർ, സജുകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ആനന്ദ്, തിരൂർ ഡാൻസഫ് അംഗങ്ങളായ SI ജയപ്രകാശ്, ASI ജയപ്രകാശ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഉദയകുമാർ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘം എടപ്പാളിലുള്ള ഒളി സങ്കേതത്തിൽ നിന്ന് പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു. PGTV ന്യൂസ് പൊന്നാനി. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.